കീശകാലിയാകാതെ ഒരു വൺ ഡേ ട്രിപ്പാണോ നിങ്ങളുടെ മനസ്സിൽ എങ്കിലൊരു സ്ഥലമുണ്ട്, കാണിച്ചു തരാം. സഹ്യന്റെ മടിത്തട്ടിലെ മനോഹരമായ കടവാണ് അമ്പൂരി മായം കടവ്. പ്രാദേശിക ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള മായം കടവിലേക്ക് അവധിക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. പോക്കറ്റ് കാലിയാകാതെ മനോഹരമായ ഒരു പിക്നിക് ഏതൊരു സാധാരണക്കാരന്റെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അത് തന്നെയാണ് അമ്പൂരി മായം കടവ് പ്രാദേശിക വിനോദസഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്നത്. സഹ്യന്റെ മടിത്തട്ടിൽ നെയ്യാറിന്റെ റിസർവോയർ കൂടിയായ മായങ്കടവിൽ നിന്നാൽ കാടിന്റെ വന്യത കൂടെ കണ്ട് ആസ്വദിക്കാം. അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ മായം സ്കൂളിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കടവിലേക്ക് അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്ക് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കുടുംബസമേതമായി എത്തുന്നവർ ഒരുമിച്ചിരുന്ന് ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതും കടവിൽ നീന്തി കുളിക്കുന്നതും പരമ്പരാഗത വള്ളത്തിലുള്ള യാത്രയുമൊക്കെ ആസ്വദിച്ചാണ് കടവിനോട് വിട പറയുന്നത്. ഞാൻ മിക്കവാറും ഹോളിഡേയ്സ് ഒക്കെ വരാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നീന്തലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. കാരണം ഇത് കുറച്ച് ദൂരം നമുക്ക് ഇതിൽ ഈ വെള്ളത്തിലൂടെ ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. പിന്നെ നെയ്യാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ട് തന്നെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നവർക്ക് കാട്ടാക്കട കള്ളിക്കാട് വഴിയോ നെയ്യാറ്റിങ്കര അമ്പൂരി വഴിയോ മായങ്കടവിലെത്താം. ചുരുക്കത്തിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് 33 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഈ പ്രകൃതി സുന്ദരമായ ഇടത്തെത്താം. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണകൂടം. ടവർ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് അനന്തമായ ജലാശയത്തിന്റെ ഭംഗി ആസ്വദിക്കാനുള്ള പദ്ധതികൾ ഏറെക്കുറെ ഒരുങ്ങി വരുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് നെയ്യാർ ഡാം, കാപ്പുകാട് ആനപരിപാലന കേന്ദ്രം, മായങ്കടവ്, പ്ലാൻകൂടിക്കടവ് എന്നിവ കണ്ട് സംസ്ഥാന അതിർത്തിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും കണ്ട് ഒരു ദിവസത്തെ ഉല്ലാസയാത്ര നടത്താൻ കഴിയും. പ്രാദേശിക ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാർ മായങ്കടവിനെ ഗൗരവമായി തന്നെ കണ്ടാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടാകും എന്നതിന് എതിർ അഭിപ്രായമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.